ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു വെറൈറ്റി കറിയാണ്. എണ്ണ കത്തരിക്ക എന്നാണ് അതിനെ പറയുന്നത്. ബ്രിഞ്ചോൾ കറി ഒരു വെറൈറ്റി കറിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായത്. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഇത്തിരി വേണം. അത് നമ്മൾ വെള്ളം ഒഴിച്ച് ശകലം കൊവരാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വേണ്ട സാധനങ്ങൾ, നമ്മളിത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു 2 തക്കാളി, പിന്നെ നമ്മൾ കത്തരിക്ക ഇതേപോലെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെക്കണം. എങ്കിലേ അതിനകത്ത് ചാറുകളൊക്കെ നമ്മളെ മസാല ഇറങ്ങി സെറ്റാക്കി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു 7 നമ്മളെ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, ഇത്ര ഐറ്റംസാണ് നമുക്ക് കറിക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ വറവിട്ട് എടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വേണം. അതിന് ജീരകം, തേങ്ങ തിരികിയത്, കറിവേപ്പില, നമ്മളെ കുരുമുളക്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അരിഞ്ഞ് വെച്ച കുറച്ച് ചെറിയ ഉള്ളി, ഇത്ര ഐറ്റംസാണ് നമ്മൾ വറുത്ത് അരയ്ക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ഈ വറുത്തരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വറുത്ത് അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർക്കാനുള്ള ചേരുവകൾ. അപ്പോൾ ഇനി നമ്മൾ വറുത്തരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിന് നമുക്കൊരു 3-4 കരണ്ടി എണ്ണ, അത് നമുക്ക് നല്ലെണ്ണയും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ശകലം ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ശകലം ഒന്ന് ചൂടായതിന് ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വറവിട്ടെടുക്കാൻ പോവുകയാണ്. ആദ്യം ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ആദ്യം നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി റെഡിയായതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ തിരികെ വെച്ചിരുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത തേങ്ങ ഒരുവിധം കളർ ചേഞ്ച് ആയതിനു ശേഷം അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളകും ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് 1 സ്പൂൺ നമ്മൾ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണിക്കുകയാണ്. കാര്യം വീഡിയോ ഒരുപാട് ലെങ്ത് പോവാതെ പെട്ടെന്ന് നമ്മൾ കാണിക്കുകയാണ്. അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വറവിട്ട് മാറ്റി വെച്ച ആ ചേരുവകൾ നമ്മൾ ഒന്ന് ചെറിയൊരു ജാറിലിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ചേരുവകൾ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രിഞ്ചോളിനകത്ത് ഇതേപോലെ ആഡ് ചെയ്ത് സെറ്റാക്കി വെക്കണം. മസാല നല്ല രീതിക്ക് പിടിച്ച് അതിനകത്ത് സെറ്റാവാൻ വേണ്ടിയാണ് നമ്മൾ വെക്കുന്നത്. അത് ഇതേപോലെ ഓരോന്നിലും നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ബാക്കി ഒരു ശകലം ചേരുവ മിച്ചം കാണും. ആ മിച്ചം വന്ന ചേരുവയെ നമ്മൾ മാറ്റി വയ്ക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പുളി നല്ല രീതിക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നല്ല കട്ടിക്കാണ് നമ്മളിപ്പോൾ എടുത്ത് വെക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സ്, നമ്മൾ കലക്കി വെച്ച പുളിവെള്ളത്തിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളാണ്. 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് കലക്കി മിക്സാക്കി വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ചേരുവ, ആ അരപ്പ് ബാക്കിയുള്ളത് നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ആഡ് ചെയ്ത് നല്ല രീതിക്ക് കലക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഈ ജാറിൽ ശകലമൊക്കെ ബാക്കിയുണ്ട്, അതിനെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കലക്കി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ശകലം കൂടിയെന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നും സംഭവിക്കുന്നതല്ല. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് കറി സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഉപ്പ് നോക്കി ചേർക്കാമെന്നുള്ളതാണ്. അടുത്ത പ്രോസസ്സ്, നമ്മൾ നേരത്തെ റെഡിയാക്കിയ അതേ ചട്ടിയിൽ തന്നെ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മൾ ഒന്ന് ചൂടായതിനു ശേഷം അതിൻ്റെ കൂടെ നമുക്ക് ഈ കത്തരിക്ക ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ മസാലയൊക്കെ നല്ല രീതിക്ക് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതിനൊന്ന് നമുക്ക് എണ്ണയിലിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുവിധം ഒന്ന് വഴറ്റി റെഡിയായതിനു ശേഷം ഒരു ശകലം ഉപ്പ് നമുക്കതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ ഒരു 2-3 കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം.
നമ്മൾ കത്തിരിക്ക ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ കത്തിരിക്ക ഒരുവിധം വെന്ത് സെറ്റായിട്ടുണ്ട്. അതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ശകലം വെളിച്ചെണ്ണ 1 സ്പൂണോ 2 സ്പൂണോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്ന് കടുക് നമുക്കൊന്ന് വറവിട്ടെടുക്കേണ്ടതുണ്ട്. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ശകലം ജീരകം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ഒരുവിധം മൂത്ത് റെഡിയായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് മൂത്ത് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി നമ്മൾ എടുത്ത് വെച്ചത് ഒരു 7-8 ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ഏകദേശം ഒന്ന് റെഡിയായി വന്നതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി അതിനെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ എടുത്ത് വെച്ച കത്തിരിക്ക സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് ഒരുവിധം നല്ല രീതിക്ക് സെറ്റായി വന്നതിന് ശേഷം ശകലം ഉപ്പൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ്. എന്നിട്ട് നമ്മൾ അരച്ച് കലക്കി വെച്ചിരുന്ന ആ മിക്സ് നല്ല രീതിക്കൊന്ന് കലക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തിളച്ച് വരുന്നു, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി റെഡിയാക്കി വെച്ചിരുന്ന കത്തിരിക്ക അതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കത്തിരിക്ക ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കറി പിറത്ത് തെറിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ കറി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അത് ഏകദേശം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഏകദേശം തിളച്ച് സെറ്റായി വന്നതിന് ശേഷം ഒരു 1/2 സ്പൂൺ നമുക്ക് ശർക്കര അതിനകത്ത് ചേർത്ത് കൊടുക്കണം. അവനാണ് മെയിൻ സാധനം. അതിട്ടാലേ അതിൻ്റെ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. വെറൈറ്റി കറിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്രാവശ്യം കറി പ്രിപ്പയർ ചെയ്തത് പവിയാണ്. വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട.